ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റിക്ക കാറാണ് ചെയ്യാൻ പോണത്. ഇവിടെ നമ്മൾ മെക്വീൻ്റെ ഒരു മോഡലാണ് റിഗ് ചെയ്യുന്നത്. മെക്വീൻ അല്ല, സോറി ജാക്സൺ സ്റ്റോമിൻ്റെ ഒരു മോഡലാണ് ചെയ്യുന്നത്. അങ്ങനെ റിഗ് ചെയ്യാണ്. മാക്സിമം നമ്മളൊരു 10 മിനിറ്റ് ചെയ്യാൻ നോക്കാം. കൂടി 20 മിനിറ്റെങ്കിലും ആകും ഗൈസ്, കാരണം അങ്ങനെ ചെയ്യാൻ സമയം എടുക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഒറ്റ പീസായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ കാർ ഇരിക്കണം. ഓക്കെ, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കണം. നമുക്കിനി വേറെ സെറ്റാകും പിടിക്കാൻ കാര്യമില്ല. കൺട്രോൾ എല്ലാം എടുക്കുക, പീലോട്ട് പോയി സെലക്ഷൻ ആക്കുക. അപ്പോൾ അതൊറ്റൊരു വീസ ദിസ് വൺ ടാബ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ് ഒന്ന് ചെയ്താൽ മതി. ഞാൻ നോക്കുന്നില്ല. വീൽസ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വീൽസ് എല്ലാം ഹൈഡാക്കാം. നമുക്കിനി ചെയ്യുന്നതെന്ന് വെച്ചാൽ വീൽസ് ഒന്ന് ഹൈഡാക്കാം. നമുക്ക് ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതാക്കാനുള്ളത്. ഇതൊന്നും ശരിയാകും. സെലക്ട് ആയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ് തന്നെ ഇവിടെ ചെയ്യാം. ഇനി നമുക്ക് വീൽസ് ഒക്കെ ഓൾട്ടാക്കിയിട്ട് നമുക്കിനി വീൽസ് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തില്ല, അതും കൂടെ നമുക്ക് ഇതാക്കണം. സെപ്പറേറ്റ് അല്ല, നമുക്ക് ഇതാക്കണം, ഒറ്റ ഒരു പീസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ വീൽസ് ഒന്ന് ഹൈഡാക്കാം. എല്ലാം അല്ല, ഒരെണ്ണം. എന്നിട്ട് ഇതൊരു ഓറഞ്ച് കളറാക്കിയിട്ട് ഓൾട്ട് ഹൈഡ് ഞെക്കിയിട്ട് കൺട്രോൾ ചെയ്യാക്കുക. അപ്പോൾ അതൊരു ഒറ്റ പീസാക്കണം.
ബോഡിയിൽ വരുമ്പോൾ സംഭവം ഉണ്ടാകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ കയ്യിൽ തട്ടി വന്ന എന്തിനാണത്? ഇനിയാണ് നമ്മുടെ ബോഡി വരുമ്പോഴാണ് നമുക്കൊരു പണിയുണ്ട്. ഒന്നുകിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൻ പാർട്ട് സെലക്ട് ചെയ്ത് എ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ആക്കുക. അന്നേരം നിങ്ങൾക്ക് വേറെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് റിഗ് ചെയ്യാൻ പറ്റും. മെയിൻ പാർട്ട് മാത്രം നിങ്ങൾക്ക് പിടിച്ച് നീക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ കണ്ണൊക്കെ നീങ്ങുന്ന സംഭവമില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിഗിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അത് ഒറ്റൊരു പീസാക്കി മതി എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്താൽ മതി. ലൂപ്പിൻ പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ അനിമേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറ്റില്ല, അതേ ഉള്ളൂ. അല്ലാതെ അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് നിങ്ങൾ വേറെ എല്ലാം ചെയ്ത് നോക്കിയാൽ കുറച്ച് കിട്ടുമായിരിക്കും. ഞാൻ അതിലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും വീഡിയോ. ഓക്കെ, സൈഡാക്കണോ? ഞാൻ പേടിച്ചു. ഇനി കൺട്രോൾ പ്ലീസ് അൺഹൈഡ് ആക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഒറിജിൻ എടുത്ത് ജിയോമെട്രി എടുക്കാം. ജിയോമെട്രി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ വാല്യൂ തെറ്റാണ് നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എ ഞെക്ക് ചെയ്തിട്ട് കൺട്രോൾ എ സെലക്ട് ചെയ്ത് സ്കെയിലാക്കുക. അപ്പോൾ അത് കറക്റ്റ് വാല്യൂല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിഗ് ജനറേറ്റ് ചെയ്യണം. ഇനിയല്ല, സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിഗക്കാർ ആഡോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം. അത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യമേ ആ വീഡിയോ പോയി നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഇത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാലോ. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിഫറൻസ് എടുക്കണം. അറിയാലോ എന്താ ചെയ്യണം. നമ്മൾ എഡിറ്റിൽ പോയി പ്രിഫറൻസ് എടുക്കണം. എടുത്തിട്ട് നമ്മൾ റിഗ് കാർ ആഡ് ഓൺ ജനറേറ്റ്സ് കാർ റിഗ്, അത് നമ്മൾ ജീനിയൻ 3D മച്ചാൻ്റെ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോ ഇനി അച്ഛ സ്പീഡിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇതിനൊക്കെ നീങ്ങി കൊടുക്കാം. Sorry. FT. So sorry. .ft. .r.
ഇനി നമുക്ക് ബോഡിയുടെ പേര് കാർ ഡോട്ട് ബോഡി പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബോൺസ് ജനറേറ്റ് ചെയ്യണം ഇതിലോട്ട്. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് എയിൽ ആർമേച്ചർ ഇടണം. അപ്പോൾ ഷിഫ്റ്റ് എ പോയിട്ട് ഈ ആർമേച്ചർ എടുത്ത് കാർ ഡിഫോർമേഷൻ ആർമേച്ചർ ദെൻ കാർ ഡിഫോർമേഷൻ ബ്രേക്ക്. ഓക്കെ, ഇപ്പോൾ ബോൺസ് ആഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ബ്രേക്ക് കാലിപ്പറുള്ള വണ്ടിയാണെങ്കിൽ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടാം. അതോ ബ്രേക്ക് കാലിപ്പർ ഇല്ലാത്ത വണ്ടിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോൺസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റിഗ് കാറിൽ പോയി ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ റിഗ് കാർ ആഡ് ഓൺ ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ സസ്പെൻഷനൊക്കെ വർക്കാവും കണ്ട. സോ നിങ്ങളത് എനിക്ക് പറയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഞാനും ചെയ്യുമ്പം നമുക്ക് പറ്റൂല. ആദ്യം ഇത് മനസ്സിലാവില്ല. കുറച്ച് തോറ്റ് ഞങ്ങൾ പഠിക്കും. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ അറിയും ഇതിങ്ങനെയാണ്. സോ ഇതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് സൗത്ത് സി ജി ടെക്കിനാണ് പോകുന്നത്. സോ മച്ചാനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. മച്ചാൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ പഠിച്ചത്. മച്ചാൻ ഒരു പൊളിയാട്ട. ഇതിലെ ഡ്രിഫ്റ്റിൻ്റെ സംഭവം അതെ. അങ്ങനെ നിൽക്കും കാർ. ടെക്സ്ചർ ഇട്ട് കാണിച്ചുതരാം. ലോഡ് ഓക്കെ, നമ്മൾ ടെക്സ്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ലോഡൊന്നുമില്ല, അത് ക്യാമറ ഓണായി കിടക്കുന്നുണ്ടായിരിക്കും. സോ ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾക്ക് കാണാം. Papachu Inachu Koopas. തന്നെ വന്നിട്ടുണ്ട്. വീൽസും റൊട്ടേറ്റവും ഇത് പിടിച്ച് തിരിച്ച് വലിയ കാര്യമില്ല. വേണ്ട, ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. നമ്മുടെ കിഡ്സ് റൊട്ടേറ്റോ നീക്കാനുള്ള സംഭവം. ഇല്ല, അത് വലിയ മൂന്നതൊന്നുമില്ല. സോ എല്ലാ ചെക്കൊക്കെ ചെയ്ത് നോക്കാം. വർക്കാവുന്നുണ്ട്. ഒരെണ്ണം വർക്കാവുന്നില്ല, പിന്നെ എല്ലാം വർക്കാവുന്നില്ല.
ഉമ്മ കറഞ്ഞ്. ഓക്കെ, സോ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.